ഫ്രണ്ട്സ്, വെൽക്കം ടു ആപ്സ് കോർണർ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെമ്മീൻ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഞാനിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ വേവിച്ച ചെമ്മീൻ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ചെറുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 9 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി വേണം. പിന്നെ ഞാനിവിടെ 2 വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിതിങ്ങനെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് അരയ്ക്കുമ്പോൾ കുറേ ടൈം ഇട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഇതുപോലെ ആവുന്നവരെ അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നിർത്തി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം പോലെ ആവാണ്ട് ഇതുപോലെ കിട്ടും. ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചിറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ആയിക്കോളും. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നവരെങ്കിലും വഴറ്റണം. കളറൊക്കെ മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനിയും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ അരച്ചെടുത്ത പേസ്റ്റും ചെമ്മീനും കൂടി നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഉപ്പും നമുക്ക് ആവശ്യത്തിന് വേണോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പിട്ട് കൊടുത്താലും മതിയാവും. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ മല്ലിയില ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ചെമ്മീൻ തോരൻ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെയും ബൈ.